അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ റജബിന്റെ അവസാന വേളയിൽ ഒരു വലിയ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. യംലഉ തിബാഖൽ അർളി ഇൽമൻ. ഭൂമിയുടെ തട്ടുകൾ മുഴുവനും ഇൽമു കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഖുറൈശി വംശജരായ ഒരു പണ്ഡിതർ വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വിശകലനമുണ്ട്. ഇമാം അഹ്മദ് എന്നവർ പറയുന്നു, അത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ എല്ലാം മദ്ഹബിന്റെ ഇമാം, പരിശുദ്ധ റജബിന്റെ അവസാന സമയത്താണ് വഫാത്തായത്. ഒരു വെള്ളിയാഴ്ച രാവിലെ ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച് പരിശുദ്ധ മക്കയിൽ വന്നു, പരിശുദ്ധ മദീനയിൽ പോയി, വീണ്ടും ഫലസ്തീനിൽ പോയി, അവസാനം ഈജിപ്തിൽ വന്ന് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം ചിലവഴിക്കുമ്പോൾ 54-ാമത്തെ വയസ്സിലാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. സഹോദരങ്ങൾ, 7-ാമത്തെ വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. 10-ാമത്തെ വയസ്സിൽ മൂത്ത എന്ന ഗ്രന്ഥം മാലിക് റളിയല്ലാഹു അൻഹു മൂത്ത എന്ന ഗ്രന്ഥം മനഃപ്പാഠമാക്കി. 15-ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ മുഴുവൻ ഫത്വകൾ കൊടുക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ടവർ തങ്ങളുടെ ഗുരുനാഥൻ നേടിയെടുത്തു. അങ്ങനെ വലിയ മഹാപണ്ഡിതൻ, നമ്മുടെ എല്ലാം മദ്ഹബിന്റെ ഇമാം, ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാം അല്ലാഹു നാഫിയായ ഇൽമു നൽകുമാറാവട്ടെ. അവരുടെ പൊരുത്തവും അവരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഇൽമിൽ വർധനവും അമല് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ പേരെല്ലാവരും ഒരു ഫാത്തിഹ ഓതേണ്ട ദിനമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.